പാളയം കഴിഞ്ഞിരിക്കുന്നു വിലാപയാത്ര. വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പാളയം വഴി മുന്നോട്ട് നീങ്ങുകയാണ് ദർബാർ ഹാളിലേക്ക്. അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലേക്ക് എത്തും. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അവിടുത്തെ ദർബാർ ഹാളിലെ ഒരുക്കങ്ങളൊക്കെ കുറച്ച് മുൻപ് മുഖ്യമന്ത്രി അടക്കം എത്തി വിലയിരുത്തിയിരുന്നു. തലസ്ഥാന ജില്ലയിൽ വിലാപയാത്ര കടന്നുപോകുന്ന പ്രധാന സ്ഥലങ്ങൾ പരിശോധിച്ചാൽ പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ട്റോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, ആറ്റിങ്ങൽ, മൂന്നുമുക്ക്, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലംകോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28 മൈൽ, കടമ്പാട്ടുകോണം. ഇത്രയും സ്ഥലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇനി അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര, ഈ ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമുള്ള വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾ. പോകുന്നിടത്തെല്ലാം ആളുകളാണ്. ആംബുലൻസിന് മുൻവശവും പുറകിലുമായി ഒക്കെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വല്ലാത്തൊരു കാഴ്ചയാണല്ലേ. തീർച്ചയായും എത്ര സമരങ്ങൾ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള വഴികളാണ്. അത് മുഖ്യമന്ത്രിയായി സഞ്ചരിച്ച വഴികളാണ്, പ്രതിപക്ഷ നേതാവായി സഞ്ചരിച്ച വഴികളാണ്. അതെല്ലാമാണ് ഈ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി ഒക്കെ ഇരിക്കുന്നതിനപ്പുറം എത്രയോ സമരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ വഴികളിലൂടെയാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. ഇതൊരു വിലാപയാത്രയല്ല യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഈ മഴയത്തും അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയവരിൽ വലിയൊരു വിഭാഗം അനുയായികളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് പിന്തുടരുകയാണ്. VS അച്യുതാനന്ദൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വരുന്ന വഴിയിലൂടെ അവരെല്ലാവരും കടന്നു വരുന്നു. VS അച്യുതാനന്ദൻ ആദ്യം നിയമസഭാംഗമായി എത്തിയത് ഈ ദർബാർ ഹാളടക്കം ഉൾപ്പെടുന്ന സമുച്ചയത്തിലേക്കാണ് എന്നുള്ളതാണ്. സുജിത് ചന്ദ്രൻ കൂടിയുണ്ട് നമുക്കിപ്പം വിലാപയാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി. സുജിത്ത്, നേരത്തെ അനുവും പ്രവീണയും ഒക്കെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ കാട്ടിത്തന്നു. അപ്പോൾ ഈ വിലാപയാത്ര എനിക്ക് തോന്നുന്നു പാളയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്താറായല്ലേ, ദർബാർ ഹാളിലേക്ക് എത്താറായല്ലേ? ദർബാർ ഹാളിലേക്ക് വിലാപയാത്ര എത്താറായി. വൈകാരികമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. VS എത്രയോ കാലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഔദ്യോഗിക ജീവിതത്തിന്റെയും ഒക്കെ ഭാഗമായി ചെലവഴിച്ച, എത്രയോ തവണ അദ്ദേഹം കടന്നുപോയ ആ വഴിത്താരകളിലൂടെ അവസാനമായി അവസാന യാത്ര നടത്തുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. പാളയം കടന്നുപോയി 67-ലും 70-ലും 91-ലും 2001-ലും 2006-ലും ഒടുവിൽ 2011-ലും അദ്ദേഹം ജയിച്ചെത്തിയ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയുമായും ഒക്കെ അദ്ദേഹം എത്തിയ ആ സെക്രട്ടേറിയറ്റിലേക്ക് അതിന്റെ ദർബാർ ഹാളിലേക്ക് അവസാനമായി VS അച്യുതാനന്ദൻ വിലാപയാത്രയെ അദ്ദേഹത്തിന്റെ സഖാക്കളും സഹപ്രവർത്തകരും എത്തിക്കുകയാണ്. 1965-ലും 77-ലും 96-ലും തോറ്റെങ്കിലും ഈ തോറ്റപ്പോൾ പലപ്പോഴും പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴും ജയിച്ചപ്പോൾ പലപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ടി വന്നെങ്കിലും അങ്ങനെ ആ ചരിത്രഘട്ടങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർമ്മകളിൽ ഒരു സ്മൃതി ചിത്രമായി അത് നിറമാർന്നിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് വാഹനത്തിലും അതിന് പിന്നാലെ പോയതിലുമൊക്കെ പറയുന്നത് കേട്ടു ഗ്രസ്റ്റിന്റെ കവിത. ഒരു ദിനമെങ്കിലും പൊരുതി നിന്നവർ അവരെത്ര നല്ലവർ, ഒരു നീണ്ട വർഷം പൊരുതി നിന്നവർ അതിലേറെ നല്ലവർ, എന്നാൽ മറക്കായിക ജീവിതം മുഴുവനും പൊരുതി നിന്നവർ അവരെത്രേ പോരിന്റെ കസയും സമരവും. ഗ്രസ്റ്റിന്റെ ആ കവിത ഇവിടെ പ്ലേ ചെയ്യുന്നത് കണ്ടു. അത്തരത്തിൽ അതിനെ അന്വർത്ഥമാക്കും വിധം ഒരു മഹാജീവിതം ജീവിച്ച ഇതാ വിലാപയാത്ര തിരുവനന്തപുരത്തിൻ്റെ വീഥിയിലൂടെ ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറിനെ അടക്കമുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്യാം. VS എത്രയോ കാലം പോയ സ്ഥലങ്ങളാണ്, VS സമരം നയിച്ച സ്ഥലങ്ങളാണ്. VS മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവും ഒക്കെയായി സഞ്ചരിച്ച, കാലങ്ങളായി താമസിക്കുന്ന അദ്ദേഹത്തിന് ആലപ്പുഴ പുന്നപ്ര എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം തന്നെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം നഗരവും. അദ്ദേഹം തന്നെ അത് പല വേദികളിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ തിരുവനന്തപുരം നഗരത്തിൽ
അപ്പോൾ അദ്ദേഹം അവസാനമായി യാത്ര ചെയ്യുകയാണ്.